ഹോളിവുഡിൽ നിന്ന് റിലീസായ ഏറ്റവും പുതിയ ക്രൈം ത്രില്ലർ മൂവിയാണ് ക്രൈം 101. ആൻഡ് ഇതൊരു പക്ക ക്രൈം ത്രില്ലർ മൂവി അല്ല, ഒരു ഡ്രാമ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം നമ്മൾ ട്രെയിലർ കാണുന്ന ആ ഒരു എൻഗേജിംഗ് ഫീൽ ത്രൂ ഔട്ട് ദ മൂവിയിൽ എവിടെയില്ല. ഭയങ്കര സ്ലോ പേസ് ആയിട്ടുള്ള ഒരു മൂവിയാണ്. ഇതിന്റെ സ്റ്റോറി ടെല്ലിംഗ് എന്ന് പറയുന്നത് ഭയങ്കര ലീനിയർ ആണ്. സിനിമ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ എല്ലാ കാര്യങ്ങളും റിവീൽ ചെയ്യുന്നുണ്ട്, അല്ലാതെ വലിയ ട്വിസ്റ്റും ടേൺസും അല്ലെങ്കിൽ വലിയ സസ്പെൻസ് എലമെന്റ്സ് ഒന്നും സിനിമയിലില്ല. ഈ ഒരു മൂവിയുടെ സ്റ്റോറി എന്ന് പറയുന്നത് നല്ലവനായ ഒരു കള്ളന്റെ കഥ സംസാരിക്കുന്ന ഒരു മൂവിയാണ്. ആ ഒരു ക്യാരക്ടർ ചെയ്തിരിക്കുന്ന ക്രിസ് ഹെംസ്വർത്ത് ആണ്. ക്യാരക്ടറുടെ പേര് മൈക്ക് എന്നാണ്. ഒരു സീരീസ് ഓഫ് ക്രൈംസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അയാളുടെ ഒരു ക്രൈമിന്റെ ഒരു പാറ്റേൺ എന്ന് പറയുന്നത് വയലൻസ് പരിപാടിയൊന്നുമില്ല, വളരെ കാമാൻ കോയിട്ടായിട്ട് ഒരു മോഷണം നടത്തിയിട്ട് പോകും. അങ്ങനത്തെ ഒരു കള്ളനാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള, വളരെ പാവത്താനായിട്ടുള്ള, അതായത് വയലൻസ് ഒന്നും വേണ്ട, വളരെ സിമ്പിൾ ആയിട്ട് പോയി ചോദിക്കുക അല്ലെങ്കിൽ പോയി എടുത്തിട്ട് വരും. അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ് ഉള്ള ഒരു കള്ളനാണ്, പാവത്താനായിട്ടുള്ള ഒരു കള്ളൻ. അങ്ങനത്തെ ഒരു കള്ളനെ തേടി പോകുന്ന ഒരു ഡിറ്റക്റ്റീവും. ആ ഒരു ഡിറ്റക്റ്റീവായിട്ട് വന്നിരിക്കുന്ന മാർക്ക് റഫലാണ്. പുള്ളിക്കാരന്റെ ക്യാരക്ടർ അടിപൊളിയായിരുന്നു. ആ ഒരു പെർഫോമൻസ് വൈസ് നൈസ് ആയിരുന്നു. ഈ റീസെന്റ് ഇറങ്ങിയ പുള്ളിക്കാരന്റെ ഒരു സീരീസ് ഉണ്ട്, ടാസ്ക് എന്ന് പറഞ്ഞിട്ട്, അതും ഇതേപോലത്തെ ഒരു ക്യാരക്ടർ ആയിരുന്നു. അതും അടിപൊളിയായിരുന്നു. അതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ വീഡിയോ ഞാൻ ചെയ്തിട്ടില്ല, ചെയ്യാം. സോ ഇവർ തമ്മിലുള്ള ഒരു കാറ്റ് ആൻഡ് മോസ് പ്ലേ അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷനും അവിടെ നടക്കുന്ന ഇവന്റ്സ് ഒക്കെയാണ് സിനിമ സംസാരിക്കുന്നത്. വളരെ ലീനിയർ എന്ന് പറഞ്ഞ സിനിമ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഓരോ കാര്യങ്ങളും വളരെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട്. ഇയാൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഇയാൾ എങ്ങനെയാണ് ഇതൊക്കെ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും. അല്ലാതെ ഒരു ട്വിസ്റ്റോ ഒരു സസ്പെൻസ് ആയിട്ടുള്ള എലമെന്റ് സിനിമയിൽ എവിടെയും ഇല്ല. ഒരു 2.5 മണിക്കൂറുള്ള സിനിമയാണ്. അതുകൊണ്ട് തന്നെ ക്ഷമ വേണം കാണാനായിട്ട്. ഭയങ്കര സ്ലോ പേസിലാണ് കഥ സംസാരിച്ചു പോകുന്നത്. ഈ സ്ലോ പേസിലാണെങ്കിലും സിനിമ കാണാൻ നല്ല രസമുണ്ട്. അതായത് ഇവരുടെ പെർഫോമൻസും ആ ഒരു സീനിന്റെ എക്സിക്യൂഷനും അല്ലെങ്കിൽ സ്റ്റോറി ടെല്ലിംഗ് ഒക്കെ ആയിട്ട് നല്ല രീതിക്ക് സിനിമ പോകുന്നുണ്ട്. ബോർ അടിപ്പിക്കുന്നില്ല. നമ്മൾ സ്ഥിരമായിട്ട് കണ്ടുവരുന്ന അല്ലെങ്കിൽ പ്രെഡിക്റ്റബിൾ ആയിട്ടുള്ള സ്റ്റോറി ഒക്കെ തന്നെയാണ്. അടുത്ത സീൻ എന്താ, എങ്ങനെ പോകും, അല്ലെങ്കിൽ സിനിമയുടെ ക്ലൈമാക്സ് എങ്ങനെ ആയിരിക്കും വരെ നമുക്ക് പ്രിഡിക്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. പക്ഷെ വളരെ നൈസ് ആയിട്ട് കാണിച്ചിരിക്കുന്ന ഒരു മൂവിയാണ്. ആൻഡ് ഈ ഒരു മൂവി അത്ര ത്രില്ലിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ അത്ര എൻഗേജിംഗ് ആയിട്ടുള്ള സീക്വൻസ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒന്നുമില്ല. ട്രെയിലറിൽ നമ്മൾ എന്താണോ കണ്ടത് അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഈ ഒരു മൂവി. ട്രെയിലർ ഭയങ്കര എൻഗേജിംഗ് ആയിരുന്നു, പക്ഷെ മൂവിയിലോട്ട് വരുമ്പോൾ ത്രൂ ഔട്ട് ദ മൂവി ഭയങ്കര സിമ്പിൾ ആയിട്ടാണ് അവർ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. ട്രെയിലറിൽ കാണുന്ന ആ ഒരു ചേസിംഗ് സീക്വൻസ് അല്ലെങ്കിൽ അങ്ങനത്തെ കുറച്ച് സീക്വൻസ് മാത്രമേ സിനിമയിൽ വന്നു പോകുന്നുള്ളൂ. അല്ലാതെ എൻ്റെ മൂവി ഒരു പക്ക ഡ്രാമ ആയിട്ടാണ് അവർ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. എൻഗേജിംഗ് എലമെന്റോ അല്ലെങ്കിൽ സീറ്റേജ് ആയിട്ടുള്ള എലമെന്റ്സോ ഒന്നും സിനിമയിൽ എവിടെയില്ല. അതിഗംഭീരം വേറെ ലെവൽ ക്രൈം ത്രില്ലർ മൂവി എന്ന് ഞാൻ പറയുന്നില്ല. ആൻഡ് ഈ ഒരു മൂവി ഒരു വലിയൊരു ഹീറോ അല്ലെങ്കിൽ വലിയൊരു സൈക്കോ ആയിട്ടുള്ള വില്ലൻ അങ്ങനെയൊന്നുമില്ല. സൈക്കോ എന്ന് പറയുന്ന ഒരു ചെറിയൊരു വില്ലൻ, അത് ബാരിയുടെ ക്യാരക്ടറാണ്. അല്ലാതെ എടുത്തു പറയാനായിട്ടുള്ള വലിയൊരു ഹീറോ അല്ലെങ്കിൽ വലിയൊരു സൈക്കോ വില്ലൻ അങ്ങനത്തെ ഷെയ്ഡ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഒന്നും സിനിമയിലില്ല. ആൻഡ് ഈ മൂവിയുടെ ടെക്നിക്കൽ സൈഡ് നോക്കുകയാണെങ്കിൽ എല്ലാം നൈസ് ആയിരുന്നു. ക്യാമറ ആയാലും എഡിറ്റിംഗ് ആയാലും മ്യൂസിക് ആയാലും എല്ലാം നൈസ് ആയിരുന്നു. എസ്പെഷ്യലി ചെറിയൊരു ചേസ് സീൻ വരുന്നുണ്ട്, അവിടുത്തെ ക്യാമറയൊക്കെ അടിപൊളിയായിരുന്നു. ആൻഡ് എഡിറ്റിംഗ് എടുത്തു പറയണം, ഒരുപാട് കിട്ടില്ല ട്രാൻസിഷൻസ് ഉണ്ട്, ജംപ് കട്ട്സ് പോലത്തെ, അതൊക്കെ അടിപൊളിയായിരുന്നു. ആൻഡ് മ്യൂസിക് ആയാലും വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു നോർമൽ മ്യൂസിക് തന്നെയാണ്. പക്ഷെ ആ ഒരു സിനിമയിൽ അത് ബ്ലെൻഡ് ആയിട്ട് നല്ല രീതിക്ക് തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. ആൻഡ് സിനിമയുടെ ക്ലൈമാക്സ് സീക്വൻസ് ആയാലും പ്രീ ക്ലൈമാക്സ് ആയാലും എല്ലാം നൈസ് ആയിട്ട് തന്നെ അവർ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു 2.5 മണിക്കൂറുള്ള ഒരു വലിയൊരു സിനിമയാണ്. ക്ഷമ വേണം, കാരണം അത്ര സ്ലോ പേസ് ആയിട്ടാണ് സിനിമയുടെ കഥ പോയിരിക്കുന്നത്. കഥയും ഇല്ല, വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രെഡിക്റ്റബിൾ ആയിട്ടുള്ള കാര്യം തന്നെയാണ്. അതിങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട്, പക്ഷെ വലിയ രീതിക്ക് നമ്മളെ ബോറടിപ്പിക്കുന്നില്ല. കണ്ടുകൊണ്ടിരിക്കാൻ നല്ല രസമൊക്കെ തന്നെയാണ്. ഈ ക്യാരക്ടേഴ്സിന്റെ പെർഫോമൻസ് ആയാലും ആ സിനിമയുടെ എക്സിക്യൂഷൻ ആയാലും എല്ലാ കാര്യങ്ങളും അവർ പെർഫെക്റ്റ് ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ആ ഒരു നെഗറ്റീവ് അല്ലെങ്കിൽ വളരെ സിമ്പിൾ ആയി പോയെന്ന് തോന്നിയതിന്റെ സ്റ്റോറി തന്നെയാണ്. കാരണം അത്ര സിമ്പിൾ ആയിട്ടുള്ള പ്രെഡിക്റ്റബിൾ ആയിട്ടുള്ള സ്റ്റോറിയാണ്. പക്ഷെ ബാക്കി എല്ലാ കാര്യങ്ങളും അടിപൊളിയായിരുന്നു ഈ ഒരു മൂവിയിൽ. ആൻഡ് ഇതൊരു പക്ക ക്രൈം ത്രില്ലർ മൂവി ഒന്നുമില്ല. ക്രൈം ത്രില്ലർ എന്നേ പറയാൻ പറ്റത്തില്ല. കാരണം വേറൊന്നും കൊണ്ടല്ല, ഒരു ഡിറ്റക്റ്റീവ് ഇൻവെസ്റ്റിഗേഷൻ, ഒരു തീഫും അവിടെ നടക്കുന്ന കുറച്ച് ഇവന്റ്സും അതൊക്കെ ഭയങ്കര ലീനിയർ ആയിട്ടാണ് ഈ ഒരു സിനിമയിൽ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. അല്ലാതെ ഭയങ്കര എൻഗേജിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കര ത്രില്ലടിപ്പിക്കുന്ന ഒരു ക്രൈം ത്രില്ലർ മൂവി ഒന്നും അല്ല ഈ സിനിമ എന്ന് പറയുന്നത്. അപ്പൊ എന്തായാലും നിങ്ങൾ കണ്ടു നോക്കുക. എനിക്ക് കണ്ടപ്പോൾ മൂവി ഇഷ്ടപ്പെട്ടു, കുഴപ്പമില്ല, നൈസാണ് മൂവി. ഒരു വൺ ടൈം ഒക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ ഒരു മൂവി തന്നെയാണ്. സോ എന്തായാലും നിങ്ങൾ പോയി കണ്ടു നോക്കുക. ഓൾറെഡി ഈ ഒരു മൂവി കണ്ടവരാണെങ്കിൽ നിങ്ങളെ ഒപ്പീനിയൻസ് എന്താ വെച്ചാൽ കമന്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസ് ഞാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു സോ മച്ച്.